ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്യാരറ്റ് കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കാൻ പോവാം. 2 ചെറിയ ക്യാരറ്റ് ഇത് തൊണ്ട് കളഞ്ഞ് ഇതുപോലെ ചീകിയെടുത്തേക്കണതാണ്. അത് ഞാൻ ഒന്ന് ചൂടാക്കാൻ പോവാം, അതിൻ്റെ വെള്ളം വലിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ വെള്ളാംശം കളയാൻ. വെള്ളത്തിൻ്റെ അംശം ശരിക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ചൂടാക്കണം. ക്യാരറ്റ് വെള്ളം വലിഞ്ഞ് നല്ലോണം ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നല്ലോണം വെള്ളം വലിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി കൊണ്ട് ആയിക്കോട്ടെ, എന്നിട്ട് എടുക്കാം. ക്യാരറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് വാങ്ങാൻ പോവാം. നല്ലോണം ആയിട്ടുണ്ട്. ഇത് മൊരിയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലോണം വെള്ളം വലിഞ്ഞ് ചുരുങ്ങി വന്നിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഈ പാനിയിൽ തന്നെ ഞാൻ ഒരു ചെറിയ തേങ്ങ ചിരകിയെടുത്തതാണ്. അത് മിക്സിയിലിട്ട് ഒന്നുകൂടെ ചെറുതാക്കിയേക്കണതാണ്. അതൊന്ന് ഇട്ടെടുക്കാം. അതിൻ്റെ വെള്ളം ഒന്ന് നല്ലോണം വലിയട്ടെ. തേങ്ങയുടെ നല്ലോണം വെള്ളം വലിഞ്ഞിട്ട് തേങ്ങയിലേക്ക് കുറച്ച് നെയ്യ് ഉണ്ടായത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ ഒന്ന് വെള്ളം വറ്റിയതാവണമല്ലോ. അപ്പം ബട്ടറിൻ്റെ നെയ്യുടെയൊക്കെ ഒന്ന് ഒരു ടേസ്റ്റും വരട്ടെ. പോരെങ്കിൽ ബട്ടർ കുറച്ചുകൂടെ എണ്ണ ചേർക്കാം. ഇതൊന്നും അങ്ങോട്ട് ഇതാവട്ടെ. ബട്ടർ കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു പീസ് ബട്ടറും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒന്ന് വെള്ളം നല്ലോണം വറ്റി ബട്ടറും ഒക്കെ തേങ്ങയിൽ പിടിക്കട്ടെ. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങയുടെ വെള്ളമൊക്കെ നല്ലോണം വലിഞ്ഞിട്ടുണ്ട്. ബട്ടർ തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വാങ്ങാൻ പോവാം. വേറൊരു പാത്രം വെച്ച് വേറൊരു പാൻ വെച്ച് ഈ തേങ്ങയുടെ മിക്സ് ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയുടെ മിക്സിലേക്ക് ഇതുപോലത്തെ ബൗളിൽ ഒരു കപ്പ് പഞ്ചസാര, പഞ്ചസാര അലിയാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാനാണ്. ലഡുവിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളിടണുള്ളൂ.
ഒഴിച്ച വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയും മെൽട്ടായിട്ടുണ്ട്. ഞാൻ ഈ മിക്സിലേക്ക് വെള്ളം വലിയിച്ച് വെച്ചേക്കണ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഇത്തിരി ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചേക്കണതാണ്. നല്ലോണം മിക്സ് ചെയ്യാം. ലഡു എന്നല്ല പറയണേ, ഒരു കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാൻ വറുത്തിട്ടൊന്നുമില്ല, ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് കിടന്ന് തന്നെ മിക്സ് ആവട്ടെ. ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഓഫ് ചെയ്യാണ്. വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറട്ടെ, ചെറുതായിട്ട് ചൂടാറട്ടെ, അല്ലെങ്കിൽ പിടിക്കാൻ പറ്റില്ല. ക്യാരറ്റ് കോക്കനട്ട് ലഡു ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ. ക്യാരറ്റ് കോക്കനട്ട് ലഡു റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക. കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കണം കേട്ടോ. എനിക്ക് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. തൊട്ടടുത്ത ബെല്ലും ബോളും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കാണാൻ ശ്രമിക്കണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.